റിപ്പോർട്ട് ബ്രേക്കിംഗ്. ജനതാദൾ എസിന് ലയിക്കാൻ രൂപീകരിച്ച പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിലാണ് പാർട്ടി. JDS കേരള ജനുവരി 10 ISJDയിൽ ലയിക്കും. മാത്യു ടി തോമസ് സംസ്ഥാന പ്രസിഡന്റാകും. മന്ത്രി K കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ പുതിയ പാർട്ടിയിലേക്ക് ചേക്കേറും. JDS ദേശീയതലത്തിൽ BJPയുടെ ഭാഗമായതോടെയാണ് കേരള നേതാക്കൾ പ്രതിസന്ധിയിലായത്. റഹീസ് റഷീദുണ്ട്. റഹീസ് റഷീദ്, ആ കറയങ്ങ് മാറ്റിക്കളയാൻ വേണ്ടിയാണ് വലിയ തരത്തിലുള്ള പ്രതിരോധം അന്ന് തീർക്കേണ്ടി വന്നിരുന്നു. നിങ്ങൾ BJPയുടെ കൂടിയല്ലേ, നിങ്ങൾ NDAയുടെ കൂടെയല്ലേ, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ LDFിനോടൊപ്പമാണെന്ന് പറയാൻ പറ്റുക എന്നൊക്കെ നേതാക്കൾ ചോദിച്ചു. ഇപ്പോൾ അതിനൊരു പരിഹാരമാവുകയാണ് അല്ലേ? അരുൺകുമാർ, അങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയാണ്. പക്ഷേ ഇപ്പോഴൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് മറ്റൊരു പാർട്ടിക്ക് ലയിക്കാൻ വേണ്ടി മാത്രമാണ് എന്നതാണ് ഇതിനകത്തെ പ്രത്യേകത. കാലങ്ങളായി ഇവർ അപേക്ഷ നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ പാർട്ടിക്ക് അനുമതി നൽകിയത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ISJD എന്ന ചുരുക്കപ്പേരിലാണ് ആ പാർട്ടി അറിയപ്പെടുക. ജനുവരി 10 കൊച്ചിയിൽ വെച്ച് ISJDയിലേക്ക് JDS കേരള ഘടകം ലയിക്കും. പിന്നീട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി മാത്യു ടി തോമസ് മാറുകയാണ് ചെയ്യുക. ഒരു മന്ത്രിയുള്ള പാർട്ടിയായി ISJD മാറുകയും ചെയ്യും. K കൃഷ്ണൻകുട്ടിയും ലയനത്തിൽ ഒപ്പം പോയി ISJDയുടെ ഭാഗമാകും. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ JDS ദേശീയ തലത്തിൽ കുമാരസ്വാമി BJPക്കൊപ്പം കൂടിയ ഒരു സാഹചര്യത്തിലാണ് കേരള ഘടകം പ്രതിസന്ധിയിലായത്. മറ്റു പാർട്ടിയിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥകളുണ്ടായി. അങ്ങനെയാണ് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ലയിക്കാമെന്ന തീരുമാനമെടുത്തത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ദേശീയ തലത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന JDSന്റെ കറ്റയേന്തിയ കർഷക സ്ത്രീ അടയാളത്തിലാണ് കേരളത്തിൽ JDSന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. പുതിയ ചിഹ്നം അവർക്ക് ചക്രമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ചക്രം ഉരുണ്ടാ മതി അല്ലേ?